ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്രിഡ്ജ് ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അതുമാത്രമല്ല, ഫ്രിഡ്ജിലെ പൊട്ട മണമൊക്കെ ഉണ്ടെങ്കിൽ ആ മണവും പോകാനായിട്ട് ചെറിയ ടിപ്പും പറയുന്നതുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായി ഒരു അരമണിക്കൂറെങ്കിലും ഇത് ഓഫ് ചെയ്ത് ഇടണം. എന്നിട്ട് വേണം നമുക്ക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഫ്രിഡ്ജിനകത്തുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് പുറത്തിറക്കി വെക്കാം. ഇതിലിപ്പോൾ ഞാൻ ഒരു മാസത്തിന് മുന്നേ ഞാനിപ്പോൾ ക്ലീൻ ചെയ്തതാണ്. പിന്നെ ഫ്രിഡ്ജിൽ മീൻ വെച്ചപ്പോൾ ഒരു പൊട്ട മണം വന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കിപ്പോൾ ഫ്രിഡ്ജിലെ എല്ലാ സാധനങ്ങളും ഇതുപോലെ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിലുള്ള എല്ലാ സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇതാണ് ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ. ഇനി നമുക്ക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ സോപ്പ് ഇട്ടിട്ടോ അല്ലെങ്കിൽ നനഞ്ഞൊരു തുണിയോ അല്ലെങ്കിൽ സ്പോഞ്ചോ പോലത്തുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ സോപ്പ് ഓയിലോ അല്ലെങ്കിൽ സോപ്പോ ഇട്ട് ഇങ്ങനെ ചെറിയ സ്ക്രാച്ച് ആവാത്ത രീതിയിൽ ഇങ്ങനെ കഴുകിയെടുക്കണം. എല്ലാ സംഭവങ്ങളും ഇതുപോലെ തന്നെ നല്ല വൃത്തിയിൽ ഇങ്ങനെ കഴുകിയെടുക്കുക. അതിന് ശേഷം നമുക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇത് ഓരോന്നായിട്ട് തുടച്ച് ഉണക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഫ്രിഡ്ജിൽ പൊട്ട മണമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി ഒരു ടിപ്പാണ് പറയുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കുറച്ച് ചൂടുള്ള വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടിത് ഫ്രിഡ്ജിൻ്റെ ഉൾവശം ഒരു ഉണങ്ങിയ തുണിയും വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉൾവശം ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം. ഞാനൊരു സ്പോഞ്ച് ഉപയോഗിച്ചാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാമ്പു എന്തെങ്കിലും ഉപയോഗിക്കാം. ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം നല്ലൊരു തുണി വെച്ചിട്ട് ഈ സോപ്പും പതയൊക്കെ ഇതുപോലെ തുടച്ച് മാറ്റണം. ഞാനിതൊരു വെള്ളത്തിൽ മുക്കി നന്നായിട്ട് പിഴിഞ്ഞ ശേഷമാണ് ഇത് തുടച്ചെടുക്കുന്നത്. എൻ്റെ അരികുവശം എല്ലാനും ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഫ്രിഡ്ജിലെ പൊട്ട മണമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, ബേക്കിംഗ് സോഡ ഉപയോഗിച്ചത്, അത് വെച്ച് ഒരു സ്പോഞ്ചിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ വശവും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ആ ഫ്രിഡ്ജിൻ്റെ ഉൾവശവും ഫ്രിഡ്ജിൻ്റെ എല്ലാ സൈഡിൽ ഇതുപോലെ മുക്കിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിലുണ്ടാവുന്നൊരു ചെറിയൊരു പൊട്ട മണം മാറിക്കിട്ടും. മീനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണം ചെറുതായിട്ട് മാറിക്കിട്ടും, വലുതായിട്ട് അങ്ങാട് മാറൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ ഓരോ സൈഡും ഇതുപോലെ നന്നായിട്ട് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ പാർട്സ് ഒക്കെ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം എല്ലാം ഫിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ ശേഷം ഫ്രിഡ്ജിൻ്റെ കോലമാണ് ഈ കാണുന്നത്. ഇപ്പം തന്നെ കാണാൻ നല്ലൊരു വൃത്തിയുണ്ട് ഫ്രിഡ്ജിന്. അപ്പം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പുറവശം ഇതുപോലെ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി. നല്ല സോഫ്റ്റ് തുണി കൊണ്ട് അല്ലെങ്കിൽ സ്പോഞ്ച് ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്പാച്ച് വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജ് തുറന്ന് നോക്കാം. ഞാൻ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിരുന്നു. ഫ്രിഡ്ജ് ക്ലീനിങ് കഴിഞ്ഞതുകൊണ്ട് തന്നെ അധികം ഐറ്റംസ് ഇല്ല. എല്ലാം കുറേ ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് ഞാൻ കളഞ്ഞു. ഇതിലൊക്കെ ഫ്രൂട്ട്സ് ആണ് ഇരിക്കുന്നത്. പിന്നെ ഈ സാധനം ഫാബ്രിക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫ്രിഡ്ജിൽ അഴുക്കൊന്നും വീഴില്ല. ഇത് കുറച്ച് ചോക്ലേറ്റ് ആണ്, അഴുക്ക് വീഴില്ല. അപ്പോൾ അഴുക്ക് വീണാൽ തന്നെ നമുക്ക് ആ സാധനത്തിൽ മാത്രം കഴുകി കളഞ്ഞാൽ മാത്രം മതിയല്ലോ. പിന്നെ ഇത് പാൽപ്പേടയാണ് കേട്ടോ. ഇതിൽ കുറച്ച് പാൽപ്പേട ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസ് ഉള്ളൂ എൻ്റെ ഫ്രിഡ്ജിൽ, വലുതായിട്ടൊന്നുമില്ല. ഇത് സർവത്ത് ഉണ്ടാക്കുമല്ലോ, നിറഞ്ഞണ്ടി സർവത്തിൻ്റെയാണ്. പിന്നെ കുറച്ച് വെള്ളം. അപ്പം നമുക്ക് ഫ്രിഡ്ജ് ഇതുപോലത്തെ ഒരു സ്റ്റിപ്പൊക്കെ വെക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അധികം പണിയില്ലാതെ ചെയ്തെടുക്കാൻ പറ്റും.
ആ ഒരു ഫാബ്രിക് മാത്രം കഴുകിയെടുത്താൽ മതിയല്ലോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. താങ്ക് യു.